നമ്മളിന്ന് ഭൂതത്താൻകെട്ട് ഫോറസ്റ്റിൽ കൂടെ ഒരു ട്രക്കിംഗ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാട്ടിൽ കൂടെയുള്ള നടത്തം താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ തുടർന്ന് കാണാം. ഈ വീഡിയോയിൽ മുഴുവനായിട്ടും കാണിക്കുന്നത് ഭൂതത്താൻകെട്ട് ഫോറസ്റ്റിനുള്ളിൽ കൂടിയുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മളുടെ കൂടെ കാര്യങ്ങൾ വിശദീകരിക്കാനും ഞങ്ങളുടെ സേഫ്റ്റിക്കും കൂടി ഞങ്ങളുടെ കൂടെ അയച്ച് മിസ്റ്റർ പോളാണ്. അദ്ദേഹം ഇവിടത്തെയുള്ള ഓരോ വൃക്ഷങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് ഇപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപൂർവമായ വൃക്ഷങ്ങളും അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയ വൃക്ഷങ്ങളും. ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതെല്ലാം തൊട്ടാൽ നമുക്ക് വിഷബാധ ഏൽക്കുന്ന വൃക്ഷങ്ങൾ വരെയുണ്ട്. അതിൻ്റെ എല്ലാം വിവരണം അദ്ദേഹമാണ് ഞങ്ങൾക്ക് തന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കാട്ടിൽ കൂടി നടക്കാം. വളരെ തിക്ക് ഫോറസ്റ്റ് ആണിത്. ഇതിന്റെ വിസ്തീർണം തന്നെ വളരെ വലിയ വിസ്തീർണമാണ്. ഇത് തമിഴ്നാട് വരെ പരന്നു കിടക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ കാണാവുന്ന എല്ലാതരം വന്യജീവികളും ഈ കാട്ടിലുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇഴജന്തുക്കള്. പൂയംകുട്ടി വനത്തിലാണ് ഏറ്റവും കൂടുതൽ ഇഴജന്തുക്കള്, പാമ്പുള്ളത്. അതിനുശേഷം രണ്ടാം സ്ഥാനം ഈ വനത്തിനാണ്. അതുകൊണ്ട് നടക്കുമ്പോൾ പ്രത്യേകിച്ചും അതുകൂടി ശ്രദ്ധിക്കണം. ആന വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാമെന്ന് പറഞ്ഞു. മറ്റുള്ള മൃഗങ്ങളൊന്നും പകൽ വെളിച്ചത്തിൽ അങ്ങനെ ഒന്നും നമ്മളുടെ അടുത്തേക്ക് വരില്ല. സമയം വൈകി കഴിഞ്ഞാൽ അവരുടെ വിഹാര കേന്ദ്രമാണിത്. അതുകൊണ്ട് തന്നെയുള്ള ഈ ഫോറസ്റ്റിലേക്കുള്ള എൻട്രി രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണി വരെ മാത്രമേ ഉള്ളൂ. സന്ധ്യയായി കഴിഞ്ഞാൽ, ഇരുട്ടായി തുടങ്ങിയാൽ കാടിന്റെ അവകാശികൾ ഇങ്ങോട്ട് ഇറങ്ങും. അതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടണം എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വലിയ വടിയെടുത്തു. കാരണം പാമ്പ് ശല്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വടി അദ്ദേഹം എടുത്തത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ കാഴ്ചകൾ കൊണ്ട് നമുക്ക് നടക്കാം. ഓരോ വൃക്ഷങ്ങളെ കുറിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാടിന്റെ കാഴ്ചകൾ മാത്രമാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കാം. ഓരോ പോയിന്റിലും പ്രത്യേകിച്ചും എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ കാടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കാം. ഇവിടെ കാണുന്ന ഈ കാട്ടുവള്ളി വളരെ ബലമുള്ളതാണെന്ന് പറയുന്നത്. ഫോറസ്റ്റ് ട്രെയിനീസിനെല്ലാം മുകളിലേക്ക് നമ്മൾ വടം കെട്ടി കയറുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കാട്ടുവള്ളി. ഒരു കാരണവശാലും ഇത് പൊട്ടില്ലെന്നാണ് പറയുന്നത്. അത്ര ബലമേറിയ വള്ളിയാണ്. ഈ കാട്ടില് പല സ്ഥലത്തും ഇങ്ങനെയുള്ള വള്ളികൾ പടർന്ന് ചുറ്റി കിടക്കുന്നതായിട്ട് കണ്ടു. നമ്മൾ അതിനുള്ളിലൊക്കെ പെട്ടാലും ഓടിയാലും തടഞ്ഞു വീഴാനും അതുപോലെ തന്നെ നമുക്കത് വലിച്ചു പൊട്ടിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരാനും ഒക്കെ ബുദ്ധിമുട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളിവിടെ സന്ദർശിക്കുന്നതിന്റെ തലേദിവസം രാത്രി ഇവിടെ ആന വന്നിട്ട് ചവിട്ടി നശിപ്പിച്ചിട്ടിരിക്കുന്ന ഭാഗങ്ങൾ കൂടിയാണ് ഇവിടെ കാണിച്ചത്.
ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഫോറസ്റ്റ് ഗാർഡോ അല്ലെങ്കിൽ ഗൈഡോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫീസുമില്ല. ഫോറസ്റ്റിന്റെ ഗാർഡ്സ് എല്ലാം ഇവിടെ ടെമ്പററി ആയിട്ട് 10 ആൾക്കാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മൾക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പറഞ്ഞാൽ അവരൊരാളെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അദ്ദേഹത്തിന് കൊടുക്കേണ്ട സർവീസ് ചാർജ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ ഒന്നും സഹായമില്ലാതെ പോവുകയാണെങ്കിൽ വെറുതെ ഈ കാട്ടിൽ കൂടെ നടക്കാവുന്നല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ വല്ല വന്യമൃഗങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് ചാടുകയാണെങ്കിൽ ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവർക്കത് പെട്ടെന്ന് തിരിച്ചറിയാനും കഴിയും. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവരാരെങ്കിലുമൊക്കെ കൂട്ടി നടക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവര് പൂർണ്ണമായും ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫുൾ വീഡിയോ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഭൂത്താൻകെട്ട് ഓൾഡ് ഡാം, അതായത് ഭൂതങ്ങൾ കെട്ടി എന്ന് പറയുന്ന ഡാം, ഞാൻ അതിന്റെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാട്ടിൽ കൂടി വന്നേ നമുക്ക് തീരുകയുള്ളൂ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ കൂടി തത്സമയം കാണാൻ കഴിയും. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. കാട്ടിൽ കൂടി നടക്കാനായിട്ട് യാത്ര ചെയ്യുന്ന ഇഷ്ടപ്പെടാത്തവർക്കൊന്നും ഇത് വലിയ കാര്യമായിട്ട് തോന്നില്ല. ഇവിടെ ഒരു മരം കാണുന്നത് ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെ പൊള്ളയായിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ ഇതിന്റെ മുകളിലേക്ക് നോക്കിയാൽ അറിയാം ഈ മരം ഉണങ്ങിയതല്ല, കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഈ വഴി പോകുന്നവരെല്ലാം ഈ മരത്തിനുള്ളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നത് പതിവാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള മരങ്ങളെല്ലാം നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ കഴിയും. മുകൾ ഭാഗത്തേക്ക് മരമുണ്ട്, താഴെ അടിഭാഗം നമുക്ക് തോന്നും മരം ഉണങ്ങിയിട്ട് പകുതി പൊള്ളയായിട്ട് പൊളിഞ്ഞു പോയി നിൽക്കുന്ന പോലെ. പക്ഷെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന മരങ്ങളാണിത്. ഈ വഴി പോകുന്നവരെല്ലാം ഒന്നു നിന്ന് ഫോട്ടോഷൂട്ടിനെല്ലാം ഉപയോഗിക്കുന്നതായിട്ട്, ഫോട്ടോ എടുക്കുന്നതിനൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണിത്. പലരും ഇങ്ങോട്ട് വരുമ്പോൾ ഗൈഡ്സിനെ ഒന്നും കൂട്ടാതെ വന്നിട്ട് ഞങ്ങളുടെ കൂടെയും അതുമാതിരി മറ്റു ടൂറിസ്റ്റുകളുടെ കൂടെയുള്ള ഗൈഡ്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. പകുതി വഴിയൊക്കെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഗൈഡ്സിനെ കൂട്ടാത്തത് കൊണ്ടുള്ളൊരു ദോഷം.
ഇവിടെ ആന വന്നാൽ ആന എങ്ങനെയാണ് രക്ഷ നേടുന്നതെന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ പല വൃക്ഷങ്ങളുമുണ്ട്. ആ വൃക്ഷത്തിന്റെ അടുത്ത് ആന വരില്ല. കാരണം ആന ഈ വൃക്ഷത്തിൽ കുത്തിക്കഴിഞ്ഞാൽ അതിന്റെ കൊമ്പ് ഊരാൻ പറ്റില്ല അത്ര. അതുപോലെ തന്നെ അവരിങ്ങനെ വലിയ വലിയ കല്ലുകൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ മരത്തിൽ ഇങ്ങനെ അവര് ആനയുടെ സമീപം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കും. ഭയങ്കരമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു സൗണ്ടാണ് ഇങ്ങനെ തെറിപ്പിച്ച് വരുന്നത്. നമ്മുടെ ചെവി തന്നെ ഇങ്ങനെ ഇതാകും. അപ്പോൾ ആനകള് ഇത് കേട്ടാൽ ഉടനെ തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. ആനകൾക്ക് 25 അടി മാത്രമേ കാഴ്ചയുള്ളൂ. ശ്രവണശക്തിയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ മരത്തിൽ അടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് കേട്ട് ആന തിരിച്ചു പോകുന്നത്. അദ്ദേഹം ഞങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഇവിടെ കാണുന്ന പോലെ കുറെ പോയ ആൾക്കാർ പെട്ടെന്ന് തിരിച്ചു വന്നു. ഈ വരുന്ന കൂട്ടർ ഇവർ വരാൻ കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗൈഡ് തെറ്റിദ്ധരിച്ചു. അദ്ദേഹം ഇങ്ങനെ അടിച്ചപ്പോൾ ആനയുടെ സമീപം ഉണ്ടെന്നും ആന ഇവിടെ തൊട്ടടുത്തുണ്ടെന്നും അങ്ങനെ അവരോട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും തിരിച്ച് മുന്നോട്ട് തന്നെ നടന്നു. നമ്മൾക്കൊന്നും ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അതറിയില്ല. ഇവർക്ക് ആന വരുവാണെങ്കിൽ ആനയുടെ സമീപം വളരെ പെട്ടെന്ന് മനസ്സിലാകും. 10-15 കൊല്ലമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇവിടെ കാണുന്നത് മുൻപുണ്ടായിരുന്ന ഒരു വഴിയാണ്. പക്ഷെ ഇപ്പോൾ പലരും ഈ വഴി തെറ്റി പോകാറുണ്ട്. താഴെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള വഴിയില്ല. മുൻപ് ഈ വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. പലരും ഈ വഴി ഇപ്പോഴും ഒറ്റയ്ക്ക് വരുന്നവര് വഴി തെറ്റി പോകുന്നുണ്ട്. നേരത്തെ പോയവരാണ് അവിടെ കാണുന്നവര് വീണ്ടും തിരിച്ചു വരികയാണ്. നമ്മൾ നോക്കി വരികയാണെങ്കിൽ അങ്ങനെ വഴി തെറ്റാൻ സാധ്യതയില്ല. കാരണം വളരെ ക്ലിയർ ആയിട്ട് തെളിഞ്ഞു കിടക്കുന്ന വഴി കൂടുതലും ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ്. നമുക്ക് ആ വഴിക്ക് തന്നെ തെറ്റാതെ നടക്കാം. ഇവിടെ കാണുന്നത് വീണ ഒരു മരത്തിനെ അവിടുന്ന് എടുക്കാതെ അതിനെ തന്നെ ഒരു പാലമായിട്ട് വെച്ചിരിക്കുകയാണ്. മറിഞ്ഞു വീണ ഒരു പാലമാണ്. വളരെ വർഷകാലത്ത് ഇവിടെ വെള്ളം നിറയുമ്പോൾ ചെറിയൊരു തോട് പോലെയുണ്ട്. ഈ തോടിന് ഉള്ളിൽ കൂടെ അവർക്ക് ക്രോസ് ചെയ്ത് കിടക്കാൻ കഴിയില്ല. അപ്പോൾ ഈ തോടിന് കുറുകെ ഒരു വലിയ മരം വീണത് മോൾഭാഗം ചെത്തി ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പാലമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നത്. 2018 പ്രളയത്തില് ആ തൂക്കുപാലം നശിച്ചുപോയി. അതിന്റെ അവശിഷ്ട ഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന ആനകള് ചവിട്ടി അതും മറിച്ചു കളഞ്ഞു. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചില കുറ്റികൾ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റിനടുത്ത് വന്നിരുന്ന ഒരു ഡ്രമ്മ ആന വലിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. ഇവിടെ ആനയുടെ കല്ല് തീർക്കുന്നതിന് വേണ്ടി ആ ഡ്രമ്മ ചവിട്ടി ഏതാണ്ട് പപ്പടം പോലെ പൊടിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇവരിപ്പോൾ ഈ ഡ്രമ്മ ഉപയോഗിക്കുന്നത് നേരത്തെ കല്ലുകൊണ്ടടിച്ച് ആനയെ ഓടിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ ഈ ഡ്രമ്മില് വടിയിട്ടടിച്ച് ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം കേട്ടാലും ആനകളെ മനസ്സിലാക്കും ഇവിടെ മനുഷ്യന്റെ സമീപം ഉണ്ടെന്ന്. അതുകൊണ്ട് ആന ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അടുത്തുണ്ടെങ്കിൽ തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഇവിടെ ചില സ്ഥലങ്ങളിൽ നടക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഉരുളങ്കല്ലെല്ലാം ഉള്ള വഴിയുണ്ട്. അല്പം ദൂരോടി വന്നു കഴിയുമ്പോൾ നമ്മൾ വരുമ്പോൾ വല സൈഡിലായിട്ടൊരു വലിയ പാറ കാണും. അതിനെപ്പറ്റി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ആ പാറയില് ഉള്ളിലേക്കായിട്ട് ഏതാണ്ട് 13 മീറ്റർ നീളത്തിലുള്ള ഒരു ഗുഹയുണ്ടെന്നാണ് പറയുന്നത്. ഒരാൾക്ക് 6 അടി ഹൈറ്റ് ഇല്ല. അതുപോലെ തന്നെ ആ ഗുഹയുടെ
ഒരറ്റത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ വ്യാസം കുറഞ്ഞു വരും. ഗുഹയിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കോണിയെല്ലാം പണിത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് നടന്നു. മുള കൊണ്ടൊക്കെ കെട്ടിയൊരു കോണിയോടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഗുഹയുടെ മുഖം. ഞങ്ങൾ ചില കോണിയുടെ മുകളിൽ വരെയൊക്കെ കയറി. പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ ഗാർഡ് ക്യാമറയും വാങ്ങി ഈ ഗുഹയുടെ ഉള്ളിൽ കയറിയിരുന്നു. ഗുഹയുടെ ഉള്ളിൽ കയറി അദ്ദേഹം ഷൂട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷെ പൂര കുരുട്ടാണ്. അതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഒന്നും പതിഞ്ഞില്ല. മുഴുവൻ ബ്ലാങ്ക് ആയതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. വെളിച്ചം നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ളിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ. ഞങ്ങളങ്ങനെ ഭൂതത്താൻകെട്ട് ഓൾഡ് ഡാമിനടുത്ത് എത്താറായി. അവിടെ ചില ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിരിക്കുന്നതാണ്. ഞങ്ങളങ്ങനെ ഇവിടെ ഭൂതത്താൻകെട്ടിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്നുള്ള വീഡിയോ, ഭൂതത്താൻകെട്ടിന്റെ വീഡിയോ ഞാൻ വേറെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പോയാൽ അത് കാണാൻ കഴിയും. ഈ ഫോറസ്റ്റ് റൂട്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായിട്ട് വീണ്ടും കാണാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.